കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം. ജൂൺ 16 ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17 വിട്ടയച്ചു. സംഭവം നടന്നു 13 ദിവസത്തിന് ശേഷം ജൂലൈ 2 സിയാദിനെ നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്നും മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാൾ മർദ്ദിച്ചു. ജൂലൈ 25 അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2 സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം. നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പുണ്ട്, എന്നിട്ടും അത് അന്വേഷണം നടത്താതെ തള്ളിക്കളയല്ല ചെയ്ത്. അന്വേഷണം നടത്തുകയാണ്. ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കണം. അല്ല, ഇത് പറഞ്ഞാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടും ഗവൺമെൻറ് എന്താ തീരുമാനം എടുത്തേക്കണത്? സർക്കാർ തീരുമാനം എടുത്തേക്കണം. ഞാൻ മൊഴിയുടെ കാര്യം പറഞ്ഞു. സർക്കാർ എടുത്തേക്കണ തീരുമാനം എല്ലാ അടിസ്ഥാനത്തിലും ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. അതൊരു കേസ് അന്വേഷണം നടക്കുമല്ലേ? അല്ല, നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പാർട്ടി അതിൻ്റെ മതേതര നിലപാട് കളഞ്ഞു കുളിച്ചെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഞങ്ങളുടെ ആരോപണം, പ്രതിപക്ഷം അന്നായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ആരോപണം CPM കേന്ദ്ര കമ്മിറ്റി അടിവരയിട്ട് ശരിവെച്ചിരിക്കുന്നു. എന്താ ചെയ്തത്? ഞാൻ വിമർശിച്ചാണ് മുഖ്യമന്ത്രി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വായിക്കുകയാണ്. ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്? എന്ത് പ്രസക്തിയാണ് UP മുഖ്യമന്ത്രിയുടെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയിൽ വായിക്കേണ്ടത്? എന്താ റെലവൻസ്? ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിൽ നിന്നൊക്കെ അല്ലേ ഇവിടെ ആളുകൾ വരുന്നത്. UP മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ കത്ത് വായിച്ച് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? പക്ഷെ പിണറായി വിജയൻ മറുപടി പറയണം. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് മതേതര നിലപാട് കളഞ്ഞു വിളിച്ചു. CPMന് തിരിച്ചറിവുണ്ടാവും, വർഷങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതുപോലെ സഹകരണ ബാങ്ക് കൊള്ള, പെൻഷൻ കുടിശ്ശിക, നികുതി വർധന, കർഷക തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇടയായി എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. മനസ്സിലായ? ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന ഇവരുടെ എല്ലാം നിലപാട് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. Yes, Rahul Gandhi is our leader. We are supporting the statements made by Rahul ji. CM ശ്രീയെ സംബന്ധിച്ച് കഴിഞ്ഞതിന്റെ മുൻപത്തെ ക്യാബിനറ്റിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്യാബിനറ്റ് കഴിഞ്ഞ് വന്നില്ല. ഇപ്പൊ ഇന്നത്തെ ക്യാബിനറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അല്ല, ആരാണ് പറഞ്ഞത് കഴിഞ്ഞ ക്യാബിനറ്റിൽ വരുമെന്ന്? ഇല്ല, നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അത് വരുമെന്ന് ക്യാബിനറ്റിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ ക്യാബിനറ്റ് പരിശോധിക്കും. വരട്ടെ, വരുമ്പോൾ പരിശോധിക്കും. അത് തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതൊക്കെ നാളത്തെ UDF യോഗത്തിലെ ചർച്ച. ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? നാളത്തെ UDF ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് അതിൻ്റെ? ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തും ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ്. ആ കേസുകൾ പിൻവലിക്കണം. അതാണ് സർക്കാരിന്റെ നിലപാട്, നയം
ഒരു ചോദ്യം 3 പ്രാവശ്യം ചോദിക്കണ്ട. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ട്. ശരി.